ശ്രീ പ്രിന്റു മഹാദേവ്, ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് ഇത്തരത്തിൽ ആസൂത്രിത ശ്രമം, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായി അത്തരത്തിലൊരു പരാതിയൊന്നും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ ഇവിടെ? ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമം എന്നുമില്ല. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർ CPM-ന്റെ ബൂത്ത് ഏജന്റുമാരെ പ്രവർത്തിച്ചൊരു സാഹചര്യം കേരളത്തിലെ വിവിധ ഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലടക്കം 5 മണിക്കൂർ 6 മണിക്കൂർ ക്യൂ നിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതിയൊന്നും ഉയർന്നു വന്നിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് എല്ലാ ആളുകളെയും അങ്ങനെ അടിച്ചാക്ഷേപിക്കുകയല്ല. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് രാവും പകലും ഒക്കെ വിയർപ്പൊഴുക്കിക്കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചില പ്രിസൈഡിംഗ് ഓഫീസർമാർ CPM-ന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ച സാഹചര്യവും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഞങ്ങളുടേതായിട്ടുള്ള വോട്ടിംഗ് അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള വോട്ട് എത്രയാണോ ആ വോട്ടിനെ കൃത്യമായിട്ട് ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പോളിംഗ് കുറഞ്ഞതിൻ്റെ യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ കോൺഗ്രസ്സുകാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ 80 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്യാനുള്ള വിമുഖരായി മാറുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട 2 കാരണം എന്ന് പറയുന്നത് ഈ ഇടത് വലത് മുന്നണികളുടെ അവിശുദ്ധ ബന്ധത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പാർലമെന്റ് ഇലക്ഷനാണ്, രാജ്യത്തിന്റെ വിധി നിർണ്ണയത്തിനുള്ള ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു അജണ്ട അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDA അല്ലെങ്കിൽ NDA ഒരു പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. എന്നാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ വികസന അജണ്ടയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചർച്ച ചെയ്യാതെ അന്ധമായിട്ടുള്ള ഒരു പോളറൈസേഷനുള്ള വലിയൊരു ശ്രമം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോളറൈസേഷൻ 2019 വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഈ കുതന്ത്രങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്ന പ്രത്യേക സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പ്രബുദ്ധത അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു തന്ത്രത്തിന് മുമ്പിൽ ഒരു ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ പ്രത്യേക സമുദായമോ വീഴുന്നില്ല. 2019 സാഹചര്യത്തിൽ 2024 എത്തി നിൽക്കുന്ന സമയത്ത് പ്രബുദ്ധരായിട്ടുള്ള ജനത ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 മുന്നണി സംവിധാനങ്ങളോട് മടുപ്പുള്ള ആളുകളായിട്ട് കേരളത്തിലെ വോട്ടർമാർ മാറി എന്നുള്ള കാര്യം കൂടി